ഹലോ എവരിവൺ, ഇന്ന് നമ്മളൊരു മോം ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടോ കാണിക്കുന്നത്. ഒരു ബാപ്റ്റിസം റിസപ്ഷന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള 2 ഡ്രസ്സസ് ആണ്. ഫസ്റ്റ് നമുക്ക് മോമിന്റെ ഡ്രസ്സ് കാണാം. നല്ലൊരു ലൈൻ ഫ്രോക്ക് കുർത്തിയാണ്. പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഡയബിൾ ഫാബ്രിക് ആണ്. ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്കിന്റെ പോർഷനിൽ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയുടെ എൻഡ് പോർഷനിൽ ഫീഡിങ് സിബ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്കുണ്ട്, ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലേക്കുണ്ട്. ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു സെമി ബലൂൺ സ്ലീവ് ആണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. സിബാണ് കൊടുത്തിരിക്കുന്നത്. ഇതാട്ടോ ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഡൈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്പ്രെഡിങ് ആയിട്ട് വരുന്ന രീതിയിലാട്ടോ ഡൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബേബിയുടെ ഫ്രോക്ക് കാണാം കേട്ടോ. സെയിം കളർ തീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ ആണ് ചെയ്തിരിക്കുന്നത്. പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ജോർജറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ലൈൻ ഫ്രോക്ക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലെയറിൽ 2 സൈഡിലായിട്ടാണ് ഗ്യാദേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ഫ്ലവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ സ്ലീവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ്. 2 സൈഡിലും ഗ്യാദേഴ്സ് വന്ന് ഇവിടെ സെൻറ്ററിൽ ഓപ്പൺ വരുന്നുണ്ട്. ബട്ടണാണ് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ടൈയും വരുന്നുണ്ട്. ഇതാണ് ഫ്രോക്കിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഹെയർ ആക്സറീസും കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു പീച്ച് ആൻഡ് വൈറ്റ് തീമി തന്നെയാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്താണ് ഹെയർ ആക്സറീസും നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് DM ചെയ്യുക. താങ്ക് യു.